നമസ്കാരം. അപ്പോൾ നമുക്ക് LDC-LGS എന്നുള്ള PSC എക്സാമിന് എല്ലാം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ദശാംശ സംഖ്യകൾ എന്നുള്ള ചാപ്റ്റർ എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അതിലെ ഒരു 25 ക്വസ്റ്റ്യനോളം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി ചെയ്ത് പഠിക്കുകയാണെന്ന് നിങ്ങൾക്ക് ആ ഒരു ചാപ്റ്റർ എന്നുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആ ഒരു മാർക്ക് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുള്ളൂ. 3/4 3/4 എന്നതിൻ്റെ ദശാംശ രൂപം. നിങ്ങൾക്കറിയാം 3/4 എന്ന് പറഞ്ഞാൽ മുക്കാലാണ്. മുക്കാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 ആണ്. ഇങ്ങനെ അറിയില്ല വെച്ചെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 3/4 ആണ്. 3/4 എന്നതിന് 3 ഡിവൈഡഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ 4 3 പോവോ? ഇല്ല. അപ്പോൾ നമുക്ക് പോയിന്റ് ഇടുക, എന്നിട്ട് 0 ചേർക്കുക. 30. അത് എത്ര പ്രാവശ്യം? 7 പ്രാവശ്യം. 7 4 28. പിന്നെ 2. ഇനി ഒരു 0 ചേർക്കുക. 20. എത്ര പ്രാവശ്യം? 5 പ്രാവശ്യം. 4 20. ഇങ്ങനെ കിട്ടി. കണ്ടോ? 0. അപ്പോൾ എന്താണ് നമുക്ക് ആൻസർ കിട്ടിയത്? 0.75 എന്നാണ്. ഇല്ല. ഇനി ഇങ്ങനെയല്ല നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 4 എന്നുള്ളതിനെ നമുക്ക് എന്താക്കുക? അടിയിൽ 0 വരണ ഒരു സംഖ്യയുടെ മൾട്ടിപ്പിൾ ആക്കുക. അതായത് 4 × 25 എന്ന് പറഞ്ഞാൽ 100 അല്ലേ? അപ്പം ഇവിടെയും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം എന്താ ചെയ്യും? 25 × 3 75. 75/100 എങ്ങനെയാണ് ചെയ്യാന്ന് നിങ്ങൾക്കറിയില്ലേ? ഇതിൽ എത്ര 0 ഉണ്ട്? 2 0 ഉണ്ട്. അപ്പോൾ 75 എന്ന് എഴുതിയിട്ട് 2 സ്ഥാനം ഇങ്ങോട്ട് നീക്കി പോയിന്റ് ഇടുക. 1 2 പിന്നെ പോയിന്റ്. അപ്പോൾ 0.75. ഇതാണ് എളുപ്പവഴി. അപ്പോൾ നമുക്ക് 3/4 എന്നുള്ളതിന് എന്തെന്ന് എഴുതാം? 0.75 എന്ന് എഴുതാം. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഏത് ദശാംശമാണ് വലുത്? ഏതാണ് വലുത് എന്ന് എങ്ങനെയാണ് നോക്കുക? നമുക്ക് പോയിന്റിന്റെ ലെഫ്റ്റിൽ, അതായത് പോയിന്റിന്റെ ഇടത്ത് ഭാഗത്ത് എന്തെങ്കിലും ഉണ്ട് വെച്ചെങ്കിൽ അതിൽ ഏറ്റവും വലുത് നോക്കുക. അതെല്ലാം സെയിം ആണ്, അതെല്ലാം ഒരേപോലെയാണെങ്കിൽ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റത്തെ പ്ലേസ് അത് നോക്കുക. ഫസ്റ്റത്തെ പ്ലേസ് നോക്കുമ്പോൾ ഇതിൽ ഇതും വലുതാണ് ഇതും വലുതാണ് അല്ലെ? ഇത് രണ്ടും 5 ആണ്. അപ്പോൾ അടുത്ത പ്ലേസ് നോക്കുക. അപ്പോൾ അത് 4 ഇത് 0. അപ്പോൾ ഏതാണ് വലുത്? 4 എന്നുള്ളതാണ് വലുത് അല്ലേ? അപ്പോൾ ഏത് ദശാംശമാണ് വലുത് എന്ന് ചോദിച്ചാൽ ഏതാണ് എഴുതുക? 0.54 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആഡ് ചെയ്യണതാണ്. അതായത് അതിനെ നമുക്കൊന്ന് 2.5 + 1.75. ഇതെങ്ങനെയാണ് നമുക്ക് കാണിക്കുക? ഒന്നുമില്ല വെച്ചെങ്കിൽ നിങ്ങൾ 1.75 എന്ന് പറഞ്ഞാൽ 1.25 ആണ്. 2.5 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 1.25 2.5 കൂടി കൂട്ടിയാൽ എത്രയാണെന്ന് നമുക്ക് നോക്കിയാൽ മതി. 1.25 അരയും കൂടി കൂട്ടിയാൽ 2.25 ആണ്. പിന്നെ 2 കൂടി കൂട്ടിയാൽ 4.25. അതാണ് ആൻസർ വരിക. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 2.5 പ്ലസ് 1.75 എങ്ങനെ എഴുതാം? 1.7 ഇവിടെ വരണം, 5 ഇപ്പുറത്ത് വരണം. അപ്പൊ നിങ്ങൾ ഒരേപോലത്തെ ഡെസിമൽ ആക്കാൻ വേണ്ടി ഇവിടെ 0 ചേർക്കണം. അപ്പൊ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. 0 5 5 7 5 12 1 ക്യാരി ഓവർ 1 2 3 3 1 4 4.25. ഇത് തന്നെയാണ് ഞാനും പറഞ്ഞത്. ഈ 2.5 എന്ന് പറഞ്ഞിട്ട് 2.5 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. 1.75 എന്ന് പറഞ്ഞാൽ 1.25 അപ്പൊ നിങ്ങൾക്കറിയാം മുക്കാലും അരയും കൂടി ചേർന്നാൽ 1.25 1.25 1 2.25 2.25 2 4.25 4.25 എന്ന് എഴുതണത് എങ്ങനെയാണ്? 4.25. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.5 × 0.2. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക? 5 × 2 ആദ്യം ചെയ്യുക. 2 10. ഇനി പോയിന്റ് കഴിഞ്ഞ് ഇവിടെ എത്ര സ്ഥാനം ഉണ്ട്? ഇവിടെ ഒരു സ്ഥാനം, ഇവിടെയും ഒരു സ്ഥാനം അല്ലെ? അപ്പൊ 2 സ്ഥാനം വേണം പോയിന്റ് കഴിഞ്ഞിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 2 നീക്കി പോയിന്റ് ഇടണം. അപ്പൊ 0.10, അതായത് 0.1 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. 0.10 എന്ന് പറഞ്ഞാലും
നമുക്ക് ഈ 0 കളഞ്ഞിട്ട് 0.1 എന്ന് എഴുതാൻ പറ്റും. അത് രണ്ടും ഒരേപോലെ തന്നെയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അര എന്നതിന്റെ ദശാംശ രൂപം. അര എന്ന് പറഞ്ഞാൽ എന്താണ്? അര എന്ന് പറഞ്ഞ 1/2 എന്ന് പറഞ്ഞാൽ അരയാണ്. അര എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 എന്നുള്ളതാണ്. എങ്ങനെയാണ് നമുക്കത് കിട്ടുക? 1/2നെ ഞാൻ ബൈ 10 ആക്കാൻ പറ്റും അല്ലെ? ഇൻറ്റു 5 ആക്കാൻ പറ്റും. അപ്പൊ ഇവിടെയും ഇൻറ്റു 5. അപ്പൊ 5/10. 5/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ്. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? 1/2 ചെയ്യുക. 1ൽ പോവില്ല, അപ്പൊ 0.2 10 അപ്പോൾ i2 10. ഇങ്ങനെ ആയാലും നിങ്ങൾക്ക് കിട്ടും. വേഗത്തിൽ കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? അടിയിൽ 0 വരണ, അതായത് 10, 100, 1000 അങ്ങനത്തെ സംഖ്യകളാക്കിയാൽ നമുക്ക് വേഗത്തിൽ ചെയ്യാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 0.75 മൈനസ് 0.25. 0.75 എന്ന് പറയുന്നത് മുക്കാലാണെന്ന് ഞാൻ പറഞ്ഞു. മുക്കാലിന്ന് 0.25 എന്താണ്? കാലാണ്. മുക്കാലിന്ന് കാല് കുറച്ച് എന്താണ്? അരയാണ്. അര എന്ന് പറഞ്ഞാൽ എന്താണ്? 0.5 ആണ്. മനസ്സിലായോ? അല്ലെങ്കിൽ 0.75 മൈനസ് 0.25 ഇങ്ങനെ എഴുതാം. 5 മൈനസ് 5 0, 7 മൈനസ് 2 5, 0.50 കിട്ടിയില്ലേ? അതാണ് 0.5 എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ദശാംശ രൂപമാണ് ചെറുത്? ചെറുത് ഏതാണെന്ന് എങ്ങനെയാ നോക്കുക? പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും ചെറുത് ഏതാണോ അതാണ് നോക്കേണ്ടത്. പോയിന്റ് കഴിഞ്ഞിട്ടുള്ളതാണ് നോക്കണമെങ്കിൽ ചെറുത്, അതായത് 0 ഈ ഇടത് ഭാഗത്ത് എല്ലാം സെയിം ആണ് എങ്കിൽ പിന്നെ പോയിന്റ് കഴിഞ്ഞിട്ടുള്ള സ്ഥാനമാണ് നോക്കേണ്ടത്. ആ പോയിന്റ് കഴിഞ്ഞിട്ട് ഏറ്റവും ചെറുത്, ഫസ്റ്റത്തേല് ഏറ്റവും ചെറുത് ഏതാണ്? 4 ആണ്. 4 രണ്ടെണ്ണത്തിലുണ്ട് അല്ലെ? അപ്പോൾ അടുത്ത സംഖ്യയും കൂടി നോക്കുക. 5, 0 ഏതാണ് ചെറുത്? 0 ആണ് ചെറുത്. അപ്പൊ ഏതാണ് ചെറുത് എന്ന് ചോദിച്ചാൽ എന്ത് പറയണം? സി എന്നുള്ളതാണ്. 0.40 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 3.14 പ്ലസ് 2.86. 3.14 പ്ലസ് 2.86. ഇതെങ്ങനെ ചെയ്യാം? 4, 6, 10. 1 ഇത് കൂടെ കൂട്ടണം അല്ലെ? 1, 1, 2, 2 8, 10. അപ്പോൾ പിന്നെ പോയിന്റ് ഇടുക. ഇത് 1 ക്യാരി ഓവർ. 3, 1, 4, 4, 2, 6. എന്താണ് ആൻസർ? 6 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പോയിന്റ് 1 ഇൻറ്റു 0.1 എങ്ങനെയാണ് ചെയ്യാൻ പറഞ്ഞ ഞാൻ? 1 ഇൻറ്റു 1 ആദ്യം ചെയ്യുക. അതായത് പോയിന്റ് ഇല്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൂടി ഗുണിക്കുക. അപ്പൊ 1 ഇൻറ്റു 1 1 തന്നെയാണ്. ഇനി എന്താണ്? പോയിന്റ് കഴിഞ്ഞ് ഇവിടെ ഒരു സ്ഥാനമുണ്ട്, ഇവിടെ ഒരു സ്ഥാനമുണ്ട്. അപ്പൊ ആകെ എത്ര സ്ഥാനമുണ്ട്? 2 സ്ഥാനം. ഇവിടെ ഒരു സ്ഥാനമേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ 0 ചേർക്കണം. ലെഫ്റ്റിലാണ് 0 ചേർക്കേണ്ടത്. എന്നിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. അപ്പൊ 0.01 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2/5 എന്നതിന്റെ ദശാംശ രൂപം. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഈ 5 എന്നുള്ളതിനെ 10 എന്നാക്കാൻ പറ്റുമെന്ന് നോക്കുക ആദ്യം. 5 ഇൻറ്റു 2. അപ്പൊ ഇവിടെയും ഇൻറ്റു 2. അപ്പൊ 4/10. 4/10 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.4 ആണ്. മനസ്സിലായോ? അല്ലെങ്കിൽ 2/5 ഇങ്ങനെ ചെയ്യണം. 2ൽ പോവില്ല, അപ്പൊ 20 ആക്കുക. 4, 5, 20. അപ്പൊ 0.4 അപ്പോഴും കിട്ടി. ഏതാണ് നിങ്ങൾക്ക് എളുപ്പമുള്ള വഴിയെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ആക്കാനാണ് പറയുക. കാരണം 5 ഇൻറ്റു 2 ചേർന്നാൽ 5 ഇൻറ്റു 2 ആയ 10 ആയി. അപ്പൊ ഇവിടെയും ഇൻറ്റു 2 ചെയ്താൽ ഒരേപോലത്തെ ഫ്രാക്ഷൻ ആവും. അപ്പം 4/10 ആയി. 4/10 എങ്ങനെയാ ചെയ്യുക? 10ൽ ഒരു 0 അല്ലേ ഉള്ളത്. അപ്പോൾ ഒരു സ്ഥാനമാണ് പോയിന്റ് കഴിഞ്ഞിട്ട് വേണ്ടത്. അപ്പോൾ 4 കഴിഞ്ഞ് പോയിന്റ് ഇവിടെ ഇടണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1.5 പ്ലസ് 2.5. 1.5 പ്ലസ് 2.5 എങ്ങനെയാണ് ചെയ്യുക? 1/2യും 2/2യാണ് ശരിക്കും അത്.
അപ്പോൾ 2 1 3, 3 അരയും 1. അപ്പൊ 4 എന്നുള്ളത് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടും. അല്ലെങ്കിൽ 1.5 പ്ലസ് 2.5 ഇങ്ങനെ എഴുതാം. 5 5 10, 1 1 1 2, 2 2 4, 4.0. അതാണ് 4. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ദശാംശമാണ് വലുത്? വലുത് നോക്കാൻ ഞാൻ പറഞ്ഞു. ആദ്യം എന്ത് ചെയ്യുക, ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും സംഖ്യകൾ ഉണ്ട് വെച്ചെങ്കിൽ അതിലെ ഏറ്റവും വലുതാണ് വലുത് എന്ന് പറയാം. പക്ഷെ അത് എല്ലാം സെയിം ആണ് വെച്ചെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പോയിന്റ് കഴിഞ്ഞുള്ളത് നോക്കണം. പോയിന്റ് കഴിഞ്ഞ് ഏതാണോ വലുതെന്ന് നോക്കുക. അപ്പൊ 7ആണ്. അത് കഴിഞ്ഞ രണ്ട് സംഖ്യകളുണ്ട് 7ആയിട്ടുള്ളത്. അപ്പൊ പിന്നത്തെ സംഖ്യ നോക്കുക, 5. ഇത് 0. അപ്പൊ ഏതാണ് വലുത്? 5ആണ് വലുത് അല്ലെ? അപ്പൊ 0.75 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ മനസ്സിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എങ്കിലും അറിയാത്തവർക്കാണ് ഇങ്ങനെ പറയുന്നത്. 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? കാലാണ് അല്ലെ? 0.75 എന്ന് പറഞ്ഞാൽ എന്താണ്? മുക്കാലാണ്. മുക്കാലും കാലും കൂടി കൂട്ടിയാൽ എന്താണ്? 1ആണ്. ഇത് നമുക്കറിയാം അല്ലെ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം, 0.25 പ്ലസ് 0.75. 5 5 10, 1 7 3 10. അപ്പൊ പോയിന്റ് ഇവിടെ ഇടുക 1. അപ്പൊ 1.00. അതായത് 1 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 3/8 ദശാംശ രൂപം ഏത്? അപ്പോൾ ഈ 3/8 എന്നുള്ളതിന്റെ ദശാംശ രൂപമാണ് നമുക്ക് ചെയ്യേണ്ടത് അല്ലെ? 3/8, 3 ഡിവൈഡഡ് ബൈ 8. പോവോ? ഇല്ല. പോയിന്റ് എഴുതി 30 ആക്കി. അപ്പൊ എന്താണ്? 4 32ആണ്. അപ്പൊ അത് പോവില്ല. 3 24. 60 എന്ത് വരും? 8 56. ഇനി 40 എന്ത് വരും? 8 40. പിന്നെ 0 ആയി. അപ്പൊ എന്താണ് നമുക്ക് ആൻസർ വന്നത്? 0.375 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം. 3/8 എന്ന് പറഞ്ഞാൽ 8 × 125 1000. അപ്പൊ നമ്മൾക്ക് ഇവിടെയും 125 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? 3 15, ബാക്കി 1 23 6 1 7, ബാക്കി 1 7 3 3 375/1000 എന്ന് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1000-ൽ എത്ര പൂജ്യം ഉണ്ട്? 3 പൂജ്യം ഉണ്ട്. അപ്പൊ 3 സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടണം. അപ്പൊ എന്ത് വരും? 1 2 3 സ്ഥാനം നീക്കി പോയിന്റ് 0.375 എന്ന് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. -2.25 -1.75. 2.25 2.25 -1.75. ഇതെങ്ങനെ ചെയ്യാം? 5 - 5 0. 2 - 7 ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഏതെന്ന് എടുക്കണം? ഇതെന്ന് എടുക്കണം. അപ്പൊ ഇവിടെ എന്തായി? 1ആയി. ഇവിടെ എന്തായി? 12 ആയി. 12 - 7 എത്രയാണ്? 5 ആണ്. പിന്നെ എന്താണ്? 1 - 1 എന്ത് വന്നു? 0 എന്ന് വന്നു. അപ്പൊ എന്താണ് ആൻസർ വരിക? 0.5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ദശാംശമാണ് ചെറുത്? ചെറുതായിട്ടുള്ളത് എന്താണ്? പോയിന്റിന്റെ ലെഫ്റ്റിൽ ഒന്നുമില്ല അല്ലെ? 0ആണ് എല്ലാം. അപ്പൊ ഇനി പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത് നോക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് ഏതാണ് വലുത്? 5ആണ് വലുത്. പിന്നെ അടുത്ത സംഖ്യ നോക്കുക. അതിൽ ഏതാണ് വലുത്? 4ആണ് വലുത്. അപ്പൊ ഏതാണ് ആൻസർ? ഡി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 0.5 × 0.5. അതിന് ഞാൻ എന്താ പറഞ്ഞേ? 5 × 5 ആദ്യം ചെയ്യാം. അപ്പൊ 25ആയി. 25-ല് ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്ഥാനവും ഇവിടെ ഒരു സ്ഥാനവും ഉണ്ട്. അപ്പൊ ആകെ 2 സ്ഥാനം. അപ്പൊ 2 സ്ഥാനം നീക്കി പോയിന്റ് ഇടുക. 1 2 പോയിന്റ്. അപ്പൊ 0.25. അടുത്തത് നോക്കൂ. 1.25 പ്ലസ് 2.75. അപ്പൊ എന്താ വരിക? 5 5 10, 1 7 3 10, 1. അപ്പൊ എന്ത് വരും? 4 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾക്കറിയാം 1/4 പ്ലസ് 2/4. 2/4 കാലും 3ആണ്. 3ഉം 1ഉം 4.
ഇങ്ങനെ ചെയ്താൽ മതി. മൈൻഡിൽ ചെയ്യാൻ പറ്റും, പക്ഷെ അറിയാത്തവർക്കാണ് മറ്റേ രീതി ഞാൻ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3/10 ദശാംശ രൂപം. എങ്ങനെയാണ് 3/10 എഴുതുക? അതായത് എത്ര പൂജ്യം ഉണ്ട് 10-ല്? ഒരു പൂജ്യം. അപ്പൊ 3 കഴിഞ്ഞ് എങ്ങനെയാണ് പോയിന്റ്, ഒരു സ്ഥാനം കഴിഞ്ഞിട്ടാണ് പോയിന്റ് ഇടേണ്ടത്. 1 പോയിന്റ്. അപ്പൊ 0.3 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2.5 ഇൻറ്റു 2. ആദ്യം എന്ത് ചെയ്യുക? 25 ഇൻറ്റു 2 ചെയ്യുക. അത് എത്രയാണ്? 50 ആണ് അല്ലേ? 25 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 50 ആണ്. ഇനി പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സ്ഥാനമുണ്ട്? ഇവിടെ ഒരു സ്ഥാനം. ഇവിടെയോ? ഇവിടെ പോയിന്റ് ഇല്ല. അപ്പൊ പിന്നെ ഒരു സ്ഥാനം മാത്രമേ ഉള്ളൂ. അപ്പൊ ഒരു സ്ഥാനം നീക്കിയിട്ട് പോയിന്റ് ഇടുക. അപ്പൊ നമുക്ക് എന്ത് വരും? 5 എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഏത് ദശാംശമാണ് വലുത്? ഏത് ദശാംശമാണ് വലുത് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യാൻ പറഞ്ഞത്? പോയിന്റ് കഴിഞ്ഞിട്ട് ഏതാണോ വലുത് അത് നോക്കുക. പിന്നെ എന്ത് ചെയ്യുക? പിന്നത്തെ വലുത് ഏതാണോ അത് നോക്കുക. അപ്പൊ എന്താണ്? 0.54 എന്നുള്ളതാണ് ആൻസർ. 0.75 പ്ലസ് 0.25 എന്ന് പറഞ്ഞാൽ എന്താണ്? 0.75 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുക്കാലാണ്. മുക്കാലും കാലും കൂടി കൂട്ടിയ 1. ഇത് നമ്മൾ ചെയ്തതാണ് അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 1/4 ദശാംശ രൂപം. അതും നമുക്ക് അറിയണതാണ്. അത് നിങ്ങൾ കമന്റ് ആയിട്ട് എഴുതിക്കോളൂ. നമ്മൾ ഒരു പ്രാവശ്യം ചെയ്തതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 3.5 മൈനസ് 2.5. 3.5 2.5 കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യും? 5 മൈനസ് 5 0. 3 2 കുറച്ചാൽ 1. അപ്പൊ എന്താണ് ആൻസർ? 1 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 2.25 പ്ലസ് 1.25 എന്ന് വരും. 25 5 5 10. 1 1 2 3 3 2 5 പോയിന്റ് ടു 3.50. അതായത് 3.5. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യേണ്ടതുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.